അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ വേണ്ടുവോളം വേണം. പക്ഷെ അതോടൊപ്പം തന്നെ തൊഴിലാളികളാണെങ്കിലും അവർക്കും ബാധ്യതകളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തൊഴിലാളിയുടെ ബാധ്യത എന്താണ്? ഒന്നാമത്തെ ബാധ്യത വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. തൊഴിലുടമയെ വഞ്ചിക്കാതിരിക്കുക എന്നതാണ് അയാളുടെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും അൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ദൂതനെയും വഞ്ചിക്കരുത്. നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഒരു കടയിൽ തൊഴിലുടമ അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് അയാളുടെ സ്റ്റാഫായിട്ട് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു കമ്പനിയിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ആ കമ്പനി ഉടമ നിങ്ങളെ ആ കമ്പനിയിൽ ജോലിക്കാരനായി നിശ്ചയിച്ചിട്ടുള്ളത്. സർക്കാർ യഥാർത്ഥത്തിൽ ഒരു ഓഫീസിലേക്ക് നിങ്ങൾക്ക് ഉദ്യോഗം നൽകിയിട്ടുള്ളതും അടിത്തറയിൽ തന്നെയാണ്, നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ തൊഴിലുടമകളോടൊന്നും വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അത് കാപട്യത്തിന്റെ അടയാളമാണ്, അത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. കടകളിലൊക്കെ ജോലി ചെയ്ത് അങ്ങനെ തൊഴിലുടമ അറിയാതെ കുറെ പണമൊക്കെ സ്വന്തമാക്കുന്നവർ, പിന്നെ ഒരു പ്രത്യേക ഘട്ടമാവുമ്പോഴാണ് തൊഴിലുടമ ശ്രദ്ധിക്കുന്നത്. അപ്പൊ തൊഴിലുടമക്ക് അയാൾ ഒഴിവാക്കേണ്ടി വരികയാണ്. വിശ്വസ്തത നഷ്ടപ്പെടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൊഴിലാളിയുടെ പ്രഥമ ഗുണം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. അയാൾ വിശ്വസ്തനാവുക എന്നതോടൊപ്പം തൊഴിലുടമയോട് അയാൾ ഗുണകാംക്ഷയുള്ളവനായിരിക്കണം, അയാൾ ഉത്തരവാദിത്ത ബോധമുള്ളവനായിരിക്കണം. ഒരു മനുഷ്യൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ ഇദാ നസഹ ലി സയ്യിദിഹി, അയാളുടെ നേതാവിനോട് അയാളുടെ തൊഴിലുടമയോട് ഗുണകാംക്ഷയുള്ളവനായാൽ വഅഹ്സന ഇബാദത്തല്ലാഹ്, അതോടൊപ്പം അല്ലാഹുവിനുള്ള ഇബാദത്ത് അയാൾ നന്നാക്കുകയും ചെയ്തു, നല്ല നിലക്ക് അല്ലാഹുവിനുള്ള ഇബാദത്തുകളൊക്കെ നിർവഹിക്കുന്നു, അതോടൊപ്പം അയാളുടെ തൊഴിലുടമയോട് ഗുണകാംക്ഷയുള്ള മനുഷ്യനുമാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലഹു അജ്റുഹു മർറതൈൻ, അയാൾക്ക് 2 പ്രാവശ്യം പ്രതിഫലമുണ്ട്. അയാൾ തൊഴിലുടമയെ ഗുണകാംക്ഷയോടെ സേവിച്ചതിനുള്ള പ്രതിഫലവുമുണ്ട്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തതിനുള്ള പ്രതിഫലവുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖായിനുൻ സയ്യിഉൽ മലക, ലാ യദ്ഖുലുൽ ജന്നത ഖായിൻ, വഞ്ചകന്മാർ, വിശ്വാസവഞ്ചന നടത്തുന്ന ആളുകൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സയ്യിഉൽ മലക, കെടുകാര്യസ്ഥരുമായിട്ടുള്ള ആളുകൾ, കെടുകാര്യസ്ഥരായിട്ടുള്ള ആളുകൾ, ഉത്തരവാദിത്ത ബോധമില്ലാതെ തൊഴിലുടമയോട് ഇടപഴകുന്ന ആളുകൾ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന. സഹോദരങ്ങളെ, സഹോദരിമാരെ,